നമസ്കാരം. ചാനൽ 5+ലേക്ക് സ്വാഗതം. ഞാൻ നാസർ ബേപ്പൂർ. ഇന്ന് ലോക പുസ്തക ദിനം. ഈ ദിനത്തിൽ ഏത് പുസ്തകത്തെക്കുറിച്ച് പറയുമെന്ന ചിന്തയിൽ മനസ്സിൽ വന്നുപെട്ടത് 2 വർഷങ്ങൾക്ക് മുമ്പേ വായിച്ച ഒരു പുസ്തകം. ഇന്ന് ഏറെ പ്രസക്തമെന്ന് തോന്നിയ ഒരു പുസ്തകം. ജെയിംസ് പൂൾ എഴുതിയ ഹിറ്റ്ലർ ആൻഡ് ഹിസ് സീക്രട്ട് പാർട്ട്നേഴ്സ്, കോൺട്രിബ്യൂഷൻസ് ആൻഡ് റിവാർഡ്സ്. ലോകം കണ്ട ഏറ്റവും ക്രൂരനായ സ്വേച്ഛാധിപതികളിൽ ഒരാളായ നിഷ്ഠൂരനായ ഹിറ്റ്ലർ എന്ന മനുഷ്യൻ്റെ, രാഷ്ട്രീയക്കാരൻ്റെ മുഴുവൻ കഥയും നാസിസത്തിൻ്റെ യഥാർത്ഥ സ്വഭാവവും വെളിപ്പെടുത്തുന്ന പുസ്തകം. ആധുനികാനന്തര കാലഘട്ടത്തിൽ പണവും അധികാരവും ഭീകരതയും തമ്മിലുള്ള ഭയാനകമായ പാരസ്പര്യം പരിഗണിക്കുമ്പോൾ അതിനെ നിസ്സാരമായി കാണുന്നവരും അതിന് പിന്തുണ നൽകുന്നവരും വളരെ കരുതലോടെ ഓർമ്മിച്ചിരിക്കേണ്ട, പഠിച്ചിരിക്കേണ്ട പാഠമാണ് ഈ പുസ്തകം. ഈ നൂറ്റാണ്ടിൽ ഒരു വേദഗ്രന്ഥം പോലെ ഓരോ മനുഷ്യനും ഏറെ കരുതലോടെ വായിച്ചിരിക്കേണ്ട പുസ്തകം. വരും തലമുറയെ ഒരു താക്കീത് പോലെ പഠിപ്പിച്ചിരിക്കേണ്ട പുസ്തകം. നമ്മുടെ ചില രാഷ്ട്രീയ നേതാക്കന്മാർ ഹിറ്റ്ലറെ മോഡലുകളാക്കുമ്പോൾ അവർ സർവനാശത്തിലേക്കാണ് പോകുന്നതെന്ന് വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുന്ന പുസ്തകം. നാസി കാലഘട്ടത്തെക്കുറിച്ച് നിരവധി പുസ്തകങ്ങൾ എഴുതപ്പെട്ടിട്ടുണ്ട്. എന്നാൽ ഹിറ്റ്ലറുടെ പ്രവർത്തനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം, അദ്ദേഹത്തിൻ്റെ വിജയത്തിൻ്റെ പ്രധാന കാരണങ്ങളിൽ ഒന്ന് കോർപ്പറേറ്റുകൾ ഒഴുക്കിയ പണമായിരുന്നു എന്നത് ജെയിംസ് പൂൾ ഈ പുസ്തകം എഴുതുന്നവരെ ഒരിക്കലും വ്യാപകമായി ചർച്ച ചെയ്യപ്പെട്ടിരുന്നില്ല. ഹിറ്റ്ലർ സ്വീകരിച്ച സാമ്പത്തിക സംഭാവനകളെക്കുറിച്ചുള്ള മിക്ക വിവരങ്ങളും അടുത്തിടെയാണ് പുറത്തു വന്നത് എന്നതാണ് അതിനുള്ള കാരണം. ജനാധിപത്യത്തെ അട്ടിമറിക്കാൻ പണത്തിന് എത്രത്തോളം എളുപ്പമാണെന്ന് വ്യക്തമാക്കുന്നതാണ് ജെയിംസ് പൂളിൻ്റെ ഹിറ്റ്ലർ ആൻഡ് ഹിസ് സീക്രട്ട് പാർട്ട്നേഴ്സ്. ലോകത്തിനുമേൽ തൻ്റെയും തൻ്റെ രാഷ്ട്രത്തിൻ്റെയും മാത്രമല്ല തൻ്റെ മതത്തിൻ്റെയും ആധിപത്യം നേടിയെടുക്കുക എന്നതായിരുന്നു ഹിറ്റ്ലറുടെ ചിരകാലാഭിലാഷം. അത് ക്ഷിപ്രസാധ്യമായ കാര്യമല്ല എന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു. 1919 ഹിറ്റ്ലർ തൻ്റെ രാഷ്ട്രീയ ജീവിതം ആരംഭിക്കുന്നത്. 14 വർഷത്തെ കഠിന പരിശ്രമത്തിലും മതരാഷ്ട്രീയ ധ്രുവീകരണത്തിനും ഒടുവിലാണ് അദ്ദേഹം 1933 രാഷ്ട്രത്തിൻ്റെ പരമോന്നത പദവിയിൽ ചാൻസലറായി അവരോധിതനാകുന്നത്. ഈ ധ്രുവീകരണം സാധ്യമാക്കുന്നതിന് ജർമ്മനിയിലെ ഭൂരിപക്ഷമുള്ള ക്രിസ്ത്യാനികളെയും പ്രധാന ന്യൂനപക്ഷമായ ജൂതന്മാരെയും തമ്മിൽ ഭിന്നിപ്പിച്ച് നിർത്തുക, അവർക്കിടയിൽ വർഗീയ വിഷം കുത്തിവെക്കുക എന്നതായിരുന്നു ഹിറ്റ്ലർ സ്വീകരിച്ച നയം. അവിടുത്തെ വളരെ ഒരു ചെറിയ ന്യൂനപക്ഷമായിരുന്ന മുസ്ലിം വിഭാഗത്തെ പിണക്കാതിരിക്കാനും അദ്ദേഹം പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു. ഈ പ്രചാരണ പരിപാടികൾ വ്യാപകമായി നടത്താനും നാസി പാർട്ടിയിലെ അണികളെ പ്രീണിപ്പിച്ചും പ്രലോഭിപ്പിച്ചും നിർത്താനും വളരെയധികം പണം ചെലവിടേണ്ടതുണ്ടായിരുന്നു. വാരിക്കോരിയാണ് ഹിറ്റ്ലറും നാസി പാർട്ടിയും പ്രചാരണങ്ങൾക്കായി പണം ചെലവഴിച്ചത്. ഈ പണം എവിടെ നിന്ന് വന്നു? ആരാണ് ഇത് നൽകിയത്? എന്തുകൊണ്ട്? എന്നിവയാണ് ഈ പുസ്തകം അന്വേഷണ വിധേയമാക്കുന്നത്. ലോകത്തിൻ്റെ മേൽ ജർമ്മൻ ആധിപത്യം എന്ന തൻ്റെ സ്വപ്ന സാക്ഷാത്കാരത്തിനുള്ള പ്രധാന ധനസഹായം നൽകുന്നതിനായി ജർമ്മനിയിൽ മാത്രമല്ല യൂറോപ്പിലും ലോകമെമ്പാടും ഹിറ്റ്ലർ വലവിരിച്ചു. ജർമ്മൻ വംശീയാധിപത്യം, ആൻറ്റി സയണിസം എന്നതായിരുന്നു അതിന് സ്വീകരിച്ച അടവ് നയം. ഈ രഹസ്യ സാമ്പത്തിക വലയെ വളരെ സത്യസന്ധമായും മനോഹരമായും അനാവരണം ചെയ്യുന്നതാണ് ജെയിംസ് പൂളിൻ്റെ ഹിറ്റ്ലർ ആൻഡ് ഹിസ് സീക്രട്ട് പാർട്ട്നേഴ്സ്. സ്വിസ് ബാങ്കുകളിൽ ഒളിപ്പിച്ചു വച്ചിരുന്ന നാസി ഫണ്ടുകളുടെ സമീപകാലത്തെ ഞെട്ടിക്കുന്ന കണ്ടെത്തലുകളുടെ വെളിച്ചത്തിലാണ് ജെയിംസ് പൂൾ ഈ പുസ്തകം രചിക്കുന്നത്. പണം നൽകുന്ന കോർപ്പറേറ്റുകൾ, കമ്പനികൾക്ക് വാരിക്കോരിയാണ് ഹിറ്റ്ലർ ആനുകൂല്യങ്ങൾ പ്രഖ്യാപിച്ചത്. ഇതിനു പുറമെ വൻകിട കർഷകരിൽ നിന്നും വ്യവസായികളിൽ നിന്നും പ്രഭുക്കന്മാരിൽ നിന്നും പണം സ്വരൂപിക്കാൻ അവർക്കും പല ആകർഷണീയമായ ആനുകൂല്യങ്ങൾ പ്രഖ്യാപിച്ചിരുന്നു. ഭയവും ഗൂഢാലോചനയും പ്രയോഗിച്ച് പണം സ്വരൂപിക്കുന്ന ഒരു സാമ്പത്തിക വീലർ ഡീലർ ആയിരുന്നു ഹിറ്റ്ലർ എന്നാണ് ജെയിംസ് പൂൾ വെളിപ്പെടുത്തുന്നത്. മതകാര്യങ്ങളിൽ വളരെ ലിബറലായിരുന്ന വെയ്മർ റിപ്പബ്ലിക്കിൻ്റെ കാലത്തുണ്ടായ 1-ാം ലോകമഹായുദ്ധത്തിലെ പരാജയം ജർമ്മനിക്ക് അമിതമായ പണപ്പെരുപ്പവും തൊഴിലില്ലായ്മയും സൃഷ്ടിച്ചു. ഇത് ജർമ്മൻ സമ്പദ് വ്യവസ്ഥയെ തകർത്തു. ഇത് കോർപ്പറേറ്റുകൾക്കാണ് വലിയ തിരിച്ചടിയായത്. ഈ ഒരു സാഹചര്യത്തിലാണ്
കടുത്ത ക്രിസ്തുമത വിശ്വാസിയായ ഹിറ്റ്ലറിനും വർഗീയ വംശീയ സ്വഭാവമുള്ള അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കും പിന്തുണ നൽകാൻ സ്വദേശത്തും വിദേശത്തുമുള്ള കോർപ്പറേറ്റ് ഭീമന്മാർ ആസൂത്രിതമായി തീരുമാനിച്ചത്. ജർമ്മനിയിൽ ചാൻസലറായി ഹിറ്റ്ലർ വരുന്നതിന് വേണ്ടി നാസി ഫണ്ടിലേക്ക് അമേരിക്കൻ മോട്ടോർ കമ്പനി ഭീമനും കടുത്ത ക്രിസ്തുമത വിശ്വാസിയും യഹൂദ വിരുദ്ധനുമായ ഹെൻറി ഫോർഡ് വൻ സംഭാവനകളാണ് നൽകിയത്. ഇരുമ്പുരുക്ക് മേഖലയിലെ ഭീമന്മാരും കടുത്ത യഹൂദ വിരുദ്ധരുമായ റുഹർ സ്റ്റീൽ കമ്പനിയുടെ ഫ്രിറ്റ്സ് തൈസറും ഗുസ്താവ് ക്രുപ്പും നാസി പാർട്ടിക്ക് ഏതാണ്ട് 50 ലക്ഷം റിഷ്മാർക്കുകളാണ് സംഭാവന ചെയ്തത്. ജർമ്മനിയിൽ ക്രിസ്ത്യൻ മുന്നേറ്റത്തിന് കളമൊരുക്കുന്ന ഒരു ഭരണം നിലവിൽ വരാനായി ബ്രിട്ടനിലെ എഡ്വേർഡ് എട്ടാമൻ രഹസ്യമായി വൻ സംഭാവനകളാണ് നൽകിയതെന്ന സത്യവും അടുത്ത കാലത്തായി കണ്ടെത്തിയിട്ടുണ്ട്. വിധവയായ സിംസണെ വിവാഹം കഴിക്കാൻ മാത്രമായിരുന്നില്ല എഡ്വേർഡ് എട്ടാമൻ സ്ഥാനത്യാഗം ചെയ്തതെന്നും ജർമ്മനിയെ ആക്രമിക്കാനുള്ള ഇംഗ്ലണ്ടിൻ്റെ തീരുമാനത്തിലുള്ള ഒരു പ്രതിഷേധം കൂടിയായിരുന്നു അതെന്നുകൂടി ജെയിംസ് പൂൾ ഈ പുസ്തകത്തിൽ സൂചന നൽകുന്നുണ്ട്. അക്കാലത്തെ പോപ്പ് പയസ് 12 നിർലോഭമായ പിന്തുണയും ഹിറ്റ്ലർക്ക് കൊടുക്കുന്നുണ്ട്. ഏതാണ്ട് മുഴുവൻ ജൂതന്മാരെയും കൊന്നൊടുക്കുകയും ജയിലിലടക്കുകയും നാട് വിട്ടുപോകാൻ നിർബന്ധിക്കുകയും ചെയ്തപ്പോൾ പോപ്പ് ഇതിനെതിരെ ഒരക്ഷരം ഉരിയാടിയിട്ടില്ല. തുടർന്ന് 1943 സെപ്റ്റംബറിൽ ഹിറ്റ്ലർ മുസ്ലിം ജർമ്മൻകാർക്കെതിരെയും തിരിഞ്ഞു. മുസ്ലിങ്ങൾ നിർബന്ധമായും നാസി പാർട്ടിയിൽ ചേരണമെന്നും ക്രിസ്ത്യൻ മതം സ്വീകരിക്കണമെന്നും അയാൾ പ്രത്യേകമായി ഉത്തരവിട്ടു. അപ്പോഴും പോപ്പ് പയസ് 12 മൗനം പാലിച്ചു. യുദ്ധാനന്തരം അതിനെല്ലാം അദ്ദേഹം വലിയ വിമർശന വിധേയനായി. എന്നാൽ സ്വന്തം ജീവൻ രക്ഷിക്കാൻ അദ്ദേഹം തിരശ്ശീലയ്ക്ക് പിന്നിൽ നിശബ്ദനായി പ്രവർത്തിച്ചു എന്നാണ് വത്തിക്കാൻ ഇതിന് നൽകുന്ന ന്യായീകരണം. ഹിറ്റ്ലർ വലിയ വിദ്യാഭ്യാസ യോഗ്യതയൊന്നുമുള്ള ആളായിരുന്നില്ല. അമ്മയെ വലിയ സ്നേഹമായിരുന്നുവെന്ന് പുറമേ പറയുമെങ്കിലും അമ്മയുടെ മരണസമയത്ത് അവസാനമായി ഒന്ന് കാണാൻ ആഗ്രഹമുണ്ടെന്ന് അവർ പലതവണ ആവശ്യപ്പെട്ടിട്ടും അയാൾ അമ്മയുടെ മരണശയ്യയ്ക്ക് അരികിൽ എത്തിയില്ല. ഹിറ്റ്ലർ ഒരിക്കലും വിവാഹം കഴിച്ചിരുന്നില്ല, മക്കളും ഉണ്ടായിരുന്നില്ല. എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ തിരുത്തുണ്ട്. മരണദിവസം അദ്ദേഹം തൻ്റെ കാമുകിയായ ഈവ ബ്രൗണിനെ വിവാഹം കഴിച്ചു. ആ രാത്രി തന്നെയാണ് അദ്ദേഹം ആത്മഹത്യ ചെയ്യുന്നതും. ഈവയാണ് ഹിറ്റ്ലറുടെ അവസാന നിമിഷങ്ങൾ രേഖപ്പെടുത്തുന്നത്. അവർ എഴുതിയ ലൈഫ് വിത്ത് ഹിറ്റ്ലർ മനോഹരമായ ഒരു പുസ്തകമാണ്. ഹിറ്റ്ലറെ ന്യായീകരിക്കുന്ന പുസ്തകമാണെങ്കിലും അതൊരു ഹൃദയസ്പർശിയായ പുസ്തകം തന്നെയാണ്. ഞാൻ വായിച്ചിട്ടുണ്ട്. പണത്തോടും പണക്കാരോടും ഹിറ്റ്ലർക്ക് വല്ലാത്തൊരു ആകർഷണമായിരുന്നു. എത്രമാത്രം പണം അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടായിരുന്നുവെന്ന് ആർക്കും ഒരു രൂപവും ഉണ്ടായിരുന്നില്ല. ഇക്കാലത്ത് മ്യൂണിക്കിലെ നികുതി ഓഫീസ് ഹിറ്റ്ലർ തൻ്റെ വരുമാനം വെളിപ്പെടുത്തണം എന്നാവശ്യപ്പെട്ട് ഒരു നോട്ടീസ് നൽകി. എന്നാൽ ഫ്യൂററിൻ്റെ നികുതി ബാധ്യത തുടക്കം മുതൽ തന്നെ റദ്ദാക്കിയിരിക്കുന്നുവെന്നും അതിനാൽ ഫ്യൂറർ നികുതിയിൽ നിന്നും ഒഴിവാക്കപ്പെട്ടിരിക്കുന്നു എന്നുമാണ് അദ്ദേഹത്തിൻ്റെ സെക്രട്ടറി ഇതിന് മറുപടി നൽകിയത്. പണത്തോടും അധികാരത്തോടും അമിതമായ അഭിനിവേശമുണ്ടായിരുന്ന ഹിറ്റ്ലർ തൻ്റെ സ്വാർത്ഥ ലക്ഷ്യത്തിനു വേണ്ടി ഒരു രാജ്യത്തെ ജനങ്ങളിൽ മുഴുവനും വർഗീയ വിഷം കുത്തിവെച്ച് അവരെ ഭിന്നിപ്പിച്ച് രാജ്യത്തെ തന്നെ തകർത്ത് അവസാനം പരാജയപ്പെട്ട് ഏത് നിമിഷവും പിടിക്കപ്പെടുമെന്ന നിലയിലെത്തിയപ്പോൾ ആത്മഹത്യ ചെയ്യുകയാണുണ്ടായത്. ആ അവസരത്തിൽ തൻ്റെ പണം തനിക്കോ നാട്ടിനോ ഉപകരിക്കില്ലെന്ന് വ്യക്തമായ അദ്ദേഹം വിൽപ്പത്രത്തിൽ ഇങ്ങനെ എഴുതുന്നു: എൻ്റെ സ്വത്തുക്കൾ അതിനെന്ത് വിലയുണ്ടെങ്കിലും അത് പാർട്ടിയുടേതാണ്. ആ പാർട്ടി ഇനി ഉണ്ടാവില്ല എന്നുണ്ടെങ്കിൽ അത് ജർമ്മൻ രാഷ്ട്രത്തിൻ്റേതാണ്. രാഷ്ട്രവും നശിപ്പിക്കപ്പെടുകയാണെങ്കിൽ എൻ്റെ ഭാഗത്തു നിന്ന് മറ്റൊരു തീരുമാനത്തിൻ്റെ ആവശ്യമില്ലല്ലോ. നോക്കൂ, പണത്തിനും അധികാരത്തിനും വേണ്ടി ജനങ്ങളിൽ ഭിന്നിപ്പുണ്ടാക്കി ഒരു ജനതയെ മുഴുവനും ഹോളോകാസ്റ്റിലൂടെ നശിപ്പിച്ച് ജർമ്മൻ വംശീയാധിപത്യവും ക്രിസ്തീയ മുന്നേറ്റവും സാധ്യമാക്കാമെന്നും അങ്ങനെ ലോകത്തെ തന്നെ അടക്കി ഭരിക്കാമെന്നും സ്വപ്നം കണ്ടിരുന്ന സ്വാർത്ഥംഭരിയായൊരു മനുഷ്യൻ അവസാനം ഒന്നുമില്ലാതെ മരണത്തിലേക്ക് നടന്നെടുക്കുന്ന ദയനീയമായ ചിത്രണത്തോടെയാണ് ഹിറ്റ്ലർ ആൻഡ് ഹിസ് സീക്രട്ട് പാർട്ട്നേഴ്സ് അവസാനിക്കുന്നത്. വല്ലാത്തൊരു മരവിപ്പോടെയും ഞെട്ടലോടെയുമല്ലാതെ ഈ പുസ്തകം നമുക്ക് വായിച്ചു തീർക്കാനാവില്ല.
പണവും വർഗീയതയും വംശീയതയും ജനാധിപത്യത്തിനുമേൽ ഏൽപ്പിക്കുന്ന കടുത്ത പ്രഹരങ്ങൾ നിതാന്തമായി നിലനിൽക്കുന്ന ആനുകാലിക രാഷ്ട്രീയ സാഹചര്യത്തിൽ വർഗീയതയും വംശീയതയും ആയിരിക്കരുത് രാജ്യസ്നേഹമെന്നും അത് രാജ്യദ്രോഹമാണെന്നും ആത്യന്തികമായി അത് സർവനാശത്തിലേക്കാണ് ലോകത്തെ നയിക്കുന്നതെന്നുമുള്ള ഒരു താക്കീതാണ് ജെയിംസ് പൂൾ എഴുതിയ ഹിറ്റ്ലർ ആൻഡ് ഹിസ് സീക്രട്ട് പാർട്ട്നേഴ്സ് കോൺട്രിബ്യൂഷൻസ് ലൂട്ട് ആൻഡ് റിവാർഡ്സ്. ഇതിലെ ഹിറ്റ്ലറും നമ്മുടെ ചില നേതാക്കളും തമ്മിൽ അത്ഭുതകരമായ ചില സാദൃശ്യങ്ങൾ എനിക്ക് വായിച്ചെടുക്കാനായി. നിങ്ങൾക്കും അത് കണ്ടെത്താനാവും. അതുകൊണ്ട് തന്നെ ഈ പുസ്തക ദിനത്തിൽ എല്ലാവരും വായിക്കണമെന്നും അതിലൂടെയെങ്കിലും ഒരാത്മപരിശോധനയ്ക്ക് വിധേയമാകണമെന്നുമാണ് എൻ്റെ എളിയ നിർദ്ദേശം. ഇല്ലെങ്കിൽ പണം കാണിക്കുന്ന ഈ വല്ലാത്തൊരു ഇന്ദ്രജാലത്തിന് മേൽ നമ്മൾ പരസ്പരം പോരടിക്കാൻ, നമ്മൾ പരാജയത്തിൻ്റെ പടുകുഴിയിലേക്ക് വീഴാൻ ഇനി അധികകാലമൊന്നും വേണ്ടിവരില്ല, ഉറപ്പ്.